ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് നമ്മൾ റെഡിമെയ്ഡ് നൈറ്റി എങ്ങനെ നമുക്ക് നമ്മളുടെ കറക്റ്റ് ഷേപ്പിലേക്ക് ചെയ്തെടുക്കാം നോക്കട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. തയ്യൽ ഒട്ടും അറിയാത്തവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ റെഡിമെയ്ഡ് നൈറ്റിയോ ചുരിദാറോ ഒക്കെ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു കുഞ്ഞു വരുമാനം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ നമുക്കൊന്നല്ലെങ്കിൽ നമുക്കൊരു മാസം നമ്മുടെ ഫോണിലേക്ക് റീചാർജ് ചെയ്യാനുള്ള കാശെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ തയ്ക്കാൻ പ്രയാസമുള്ളവർ അതുപോലെ തന്നെ വെട്ടി തയ്ക്കാൻ പേടിയുള്ളവരൊക്കെ ഈ ഒരു വർക്ക് ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഈ ഒരു വർക്കിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള കൂടുതൽ എക്സ്പീരിയൻസ് നേടാനും കഴിയും. നിങ്ങൾക്ക് വെട്ടി തയ്ക്കാനുള്ള ധൈര്യവും കിട്ടും. സ്റ്റെപ്പായിട്ട് നമുക്ക് ഉയർന്നു വരാനും കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഇരിക്കരുത്. അപ്പോൾ നിങ്ങൾ ഇതിനൊക്കെ ഒന്ന് ശ്രമിച്ച് നോക്കട്ടോ. അപ്പോൾ പിന്നെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് എത്രയാണ് നമുക്ക് ഷേപ്പ് ചെയ്യാൻ വാങ്ങാറുള്ളത്, കാശ് എത്രയാണ് വാങ്ങാം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ വയ്യെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു റെഡിമെയ്ഡ് നൈറ്റിയാണ്. അപ്പോൾ ഈ നൈറ്റി നമുക്ക് അളവ് നൈറ്റീന് കറക്റ്റ് ആക്കിയിട്ട് എങ്ങനെ ചെയ്തെടുക്കാം നോക്കട്ടോ. അപ്പോൾ ഇതാണ് അളവ് നൈറ്റി. അപ്പോൾ ഇതിൽ നിന്നും ഞാൻ നമുക്ക് റെഡിമെയ്ഡ് നൈറ്റി എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു നൈറ്റിയാണ് നമുക്ക് ഷേപ്പ് ചെയ്യാനുള്ളത്. താഴത്ത് കിടക്കണ ഈ ഒരു നൈറ്റിയാണ് നമ്മളെ അളവ് നൈറ്റി. അപ്പോൾ ഇതും തമ്മിലുള്ള ലെങ്ത്ത് തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരുപാട് നമുക്ക് ലെങ്ത്ത് ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ലെങ്ത്ത് കൂടുതലാണ്. അതുപോലെ തന്നെ സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് കുറക്കണം. അപ്പോൾ ഇതിൻ്റെ രണ്ട് സ്ലീവും ഞാൻ ഇതുപോലെ ഒരുമിച്ചിട്ടിട്ട് കാണിച്ചു തരാം, ഇതിൻ്റെ ലെങ്ത്തിന് എത്രത്തോളം മാറ്റമുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് നമ്മളെ ലെങ്ത്തും കണ്ടില്ലേ? അപ്പോൾ ഇത്രത്തോളം നമുക്ക് ലെങ്ത്തിലും മാറ്റം വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അളവ് നൈറ്റിയിലേറെ അധികം ഓവറായിട്ട് നമുക്ക് ഈ ഒരു നൈറ്റിക്ക് വീതി കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത്തും ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ശരിയാക്കി എടുക്കാനാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അളവ് നൈറ്റിയിൽ എത്രത്തോളം അളവുകൾ വരുന്നുണ്ട് നോക്കാം. അപ്പോൾ നമ്മൾ അളവെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അളവ് നൈറ്റി എപ്പോഴും തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഉൾവശത്ത് നിന്നും മാത്രം അളവെടുക്കുക. അപ്പോൾ നൈറ്റിയുടെ മൊത്തം ലെങ്ത്ത് നമ്മൾ ഈ ഒരു ഷോൾഡറിൽ നിന്നും താഴെ ഭാഗം വരെയുള്ള ലെങ്ത്ത് എത്രയെന്ന് നോക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് എത്ര ഉണ്ട് നോക്കുക, വീതി എത്രയാണ് നോക്കുക. ആദ്യം സ്ലീവിൻ്റെ ലെങ്ത്ത് നോക്കുക എത്രയാണ്, പിന്നെ അതുപോലെ തന്നെ സ്ലീവിൻ്റെ വീതി നോക്കുക. പിന്നെ നമുക്ക് നമ്മൾ ഈ ഒരു കൈക്കൂടെ ഈ ഒരു ഭാഗം ഈ ഒരു തയ്യൽ വരെയുള്ള വീതി എത്രയാണ് നോക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെസ്റ്റിൻ്റെ ഈ ഒരു തയ്യൽ മുതൽ ഇങ്ങനെ തയ്യൽ വരെയുള്ള വീതി നോക്കുക. പിന്നെ ഷേപ്പിൻ്റെ വീതി നോക്കുമ്പോൾ നമ്മൾ ആദ്യം ഷേപ്പിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. പിന്നെ ആ ലെങ്ത്ത് എത്രയാണ് നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് പിന്നെ ആ ലെങ്ത്തിൻ്റെ അവിടെ എത്രയാണ് നമുക്ക് വീതി കിട്ടണം നോക്കുക. പിന്നെ നമുക്ക് ഹിപ്പിൻ്റെ അവിടുത്തെ ലെങ്ത്ത് നോക്കുക. അപ്പോൾ തീരെ തടിയില്ലാത്തവർക്ക് ഹിപ്പിൻ്റെ അവിടുത്തെ ലെങ്ത്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ വീതി എത്രയാണ് നോക്കുക. പിന്നെ നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് എത്രത്തോളം വരുന്നുണ്ട് നോക്കുക. അപ്പോൾ ഈ ഒരു ഷോൾഡർ മുതൽ ഈ ഒരു ലെങ്ത്തിൻ്റെ ഈ ഒരു ഭാഗം വരെ നമ്മൾ നെക്കിൻ്റെ ലെങ്ത്തും എടുത്ത് നോക്കുക. അപ്പോൾ ഇത്രയും അളവുകളാണ്. ഇനി ഈ ഒരു അളവ് വെച്ചിട്ടാണ് ഞാൻ നമ്മളെ റെഡിമെയ്ഡ് നൈറ്റിയിൽ ശരിയാക്കി എടുക്കണത്. അപ്പോൾ നമുക്ക് എങ്ങനെയെന്ന് നോക്കട്ടോ. അപ്പോൾ നമ്മൾ അളവ് നൈറ്റിയും കൂടി റെഡിമെയ്ഡ് നൈറ്റിയും കൂടി രണ്ടും ഒരുമിച്ചിട്ടുകൊണ്ട് നമുക്ക് ഇത് കാണിച്ചു തരാൻ ഇവിടെ സ്പേസ് കുറവായതുകൊണ്ടാണ്. അപ്പം നമുക്ക് അളവ് നൈറ്റിയുടെ ആ കറക്റ്റ് അളവിലേക്ക് നമുക്ക് ഈ ഒരു റെഡിമെയ്ഡ് നൈറ്റി ആക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തിരിച്ച് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്ത് കറക്റ്റായിട്ട് നിവർത്തി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് അളവ് മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ നെക്കിൻ്റെ ലെങ്ത്താണ്. നമ്മളിതുപോലെ ഷേപ്പ് ആക്കണതിന് നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് നെക്കിൻ്റെ ലെങ്ത്താണ്. അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ എവിടെയാണോ നമ്മൾ ഈ നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് ഉണ്ടെങ്കിൽ അവിടെ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുക. എന്നിട്ട് ലൈൻ വരച്ച് കൊടുത്തിട്ട് ഇവിടെ നിന്നും നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യുക. നമ്മൾ അളവ് നൈറ്റിയിൽ എത്രയാണോ നമ്മളെ നെക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് വെച്ചാൽ ആ നെക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള ലെങ്ത്ത് 5.5 ഇഞ്ചാണ്. അപ്പോൾ ഈ 5.5 ഇഞ്ച് ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ?
ഇവിടെ കറക്റ്റ് ആക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾ കാണാത്തതുകൊണ്ട് ഒന്ന് കട്ടിയിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ അളവ് എടുക്കണിലേറെ ഒന്നും കൂടി ഈസി ആയിട്ട് കിട്ടും. നമ്മൾ ഈ ഒരു തയ്യലിൻ്റെ ഈ ഒരു തുമ്പുണ്ടല്ലോ, നമ്മൾ 5.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാക്കി വന്ന തുമ്പ് എത്ര ഉണ്ട് നോക്കുക. ആ ഒരു തുമ്പ് ഇതുപോലെ ഒന്ന് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നെക്കിൻ്റെ 2 ഭാഗം കറക്റ്റ് ആയി കിട്ടും. അപ്പോൾ കണ്ടില്ല, നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഇത്രത്തോളം കുറക്കണം. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് 1.5 ഇഞ്ചോളം നമുക്ക് കുറയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചെരിച്ച് കൊണ്ടുവരുന്നത് ഒരു പ്രയാസമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ചുരുണ്ട് കിടക്കും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ലീവ് അഴിച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് മറ്റുള്ള ലെങ്ത്തുകളും വീതികളും ഒക്കെ അളവ് മാർക്ക് ചെയ്യാൻ. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു സ്ലീവ് അഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ല കുറച്ച് ലെങ്ത്ത് ഉള്ളൂ നമുക്ക് കുറക്കാനെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോൾഡറിൻ്റെ ഈ ഒരു തയ്യൽ വരെ ഒന്ന് തയ്ച്ചെടുത്താൽ മതി. പക്ഷേ ഇവിടെ നമുക്ക് ഒരുപാട് ലെങ്ത്ത് കുറക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ സ്ലീവ് അഴിച്ചെടുക്കുകയാണ്. അപ്പോൾ 2 സ്ലീവ് ഞാൻ ഇതുപോലെ അഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതൊന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടൊന്ന് കട്ടിയിലൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുയുടെ ഈ ഒരു അളവ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈക്കുയുടെ അളവ് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കർവ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇനി കട്ട് ചെയ്ത് കൊടുക്കണില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയും അളവെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കട്ട് ചെയ്ത് എടുക്കണില്ല, ഇതുപോലെ അളവെടുക്കുകയാണ്. അപ്പോൾ കട്ട് ചെയ്യാനൊക്കെ പേടിയുള്ളവർ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഞാൻ ക്യാമറ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ഷോൾഡർ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടില്ല, നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തല്ല, അവിടെ നിന്ന് നമ്മൾ കൈക്കുയുടെ അളവ് എത്രയാണോ റൗണ്ടായിട്ട് നമുക്ക് കിട്ടിയത് വെച്ചാൽ ആ ഒരു 8 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതാ ഇവിടെ 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ സെയിം ആയിട്ട് ഇവിടെയും ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ 2 കൈക്കുയും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റാക്കിയിട്ട് തന്നെ നമ്മൾ വെച്ച് കൊടുക്കട്ടെ, ചുളിക്കൊന്നും ഇല്ലാതെ നിവർത്തിയിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. നമ്മൾ കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ചെസ്റ്റിൻ്റെ അളവാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ചെസ്റ്റ് നമുക്ക് മൊത്തത്തിൽ കിട്ടിയിട്ടുള്ള ചെസ്റ്റിൻ്റെ വീതി നമുക്ക് 19 ഇഞ്ചാണ്. അപ്പോൾ 19 ഇഞ്ചിൻ്റെ പകുതി 9.5 ഇഞ്ച്. അപ്പോൾ ഈ 9.5 സെൻറ്ററിൽ വെച്ചിട്ട് ഇങ്ങോട്ടും 9.5 മാർക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് 19 ഇഞ്ച് ഇതാ ഇവിടെയും 9.5. അങ്ങനെ 9.5യും 9.5യും 19 ഇഞ്ചിൽ ഇതാ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു, ചെസ്റ്റ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഷേപ്പാണ്. ഇപ്പം നമ്മൾ ഷേപ്പിൻ്റെ ലെങ്ത്ത് ആദ്യം മാർക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഷേപ്പിൻ്റെ വീതി മാർക്ക് ചെയ്യുക. അപ്പോൾ ഷേപ്പിൻ്റെ ലെങ്ത്ത് നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്നും വേണം നമ്മൾ ലെങ്ത്ത് എടുക്കാൻ. അപ്പോൾ 12 ഇഞ്ചാണ് എനിക്ക് വേണ്ട ലെങ്ത്ത്. 12 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇവിടുത്തെ വീതി നോക്കാം. അപ്പോൾ ഷേപ്പ് വീതി 17 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 8.5 ഇഞ്ച്. അപ്പോൾ 8.5 ഇഞ്ച് നമ്മൾ സെൻറ്ററിൽ വെച്ചിട്ട് 8.5 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാർക്ക് ചെയ്യട്ടോ. അപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ തന്നെ നമ്മൾ 8.5 ഇഞ്ചിൽ വെക്കണം. അപ്പോൾ ഇതുപോലെ 8.5 ഇഞ്ച് വെക്കുക. എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 17 ഇഞ്ച്, പിന്നെ ഇങ്ങോട്ട് 8.5 ഇഞ്ചും. അപ്പോൾ 8.5യും 17 ഇഞ്ചിൽ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണേ. അപ്പോൾ 8.5 ഇഞ്ച് ഇങ്ങോട്ടും 8.5 ഇഞ്ച് അങ്ങോട്ടും, അപ്പോൾ 17 ഇഞ്ച്. അങ്ങനെ നമ്മൾ 2 സൈഡിലും ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ ലെങ്ത്ത് നോക്കാം. ഹിപ്പിൻ്റെ അവിടുത്തെ ലെങ്ത്ത് നോക്കുക. എന്നിട്ട് അവിടുത്തെ വീതിയും നമുക്ക് നോക്കാം. അപ്പോൾ ഷോൾഡറിൻ്റെ നെക്കിൻ്റെ ഒരു ഭാഗം നമ്മൾ മാർക്ക് ചെയ്തല്ലോ, അവിടെ നിന്നും 20 ഇഞ്ചാണ് ഹിപ്പിൻ്റെ അവിടുത്തെ ലെങ്ത്ത്. ഇനി നമുക്ക് ഇവിടുത്തെ വീതി, ഹിപ്പിൻ്റെ അവിടുത്തെ വീതി. അപ്പോൾ 1 അല്ലാത്തവർക്ക് ചെസ്റ്റിൻ്റെ ആ ഒരു വീതി തന്നെയാണ് ഹിപ്പിൻ്റെ അവിടേക്കും വരിക. 1 ഉള്ളവർക്ക് ചില മാറ്റങ്ങൾ വരും കേട്ടോ. അപ്പോൾ എനിക്കിവിടെ 9.5 ഇഞ്ചാണ്. 9.5യും 19 ഇഞ്ചാണ് ഹിപ്പിൻ്റെ ഇവിടുത്തെ വണ്ണം. അപ്പോൾ ഞാൻ 9.5 സെൻറ്ററിൽ വെച്ചിട്ട് ഇങ്ങോട്ട് 9.5 മാർക്ക് ചെയ്തു. പിന്നെ നമ്മളിവിടെ 19 ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഹിപ്പും ഷേപ്പും ചെസ്റ്റും കൈക്കുയും എല്ലാം മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഈ മാർക്കിംഗ് ഒക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഷേപ്പിൽ നിന്നതാ ഇതുപോലെ ചെസ്റ്റിലേക്ക് ആ കൈക്കുയുടെ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ കർവ് ചെയ്യുക. പിന്നെ നമ്മൾ ഹിപ്പിൽ നിന്ന് ഇതാ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് താഴെ ഭാഗത്തേക്ക് ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ കണ്ടില്ല, നമുക്ക് താഴെ ഭാഗം
ഇതുപോലെ ആ ഒരു ലെവലിൽ ഇങ്ങനെ കൊണ്ടുവരാം കേട്ടോ. കാരണം വണ്ണമില്ലാത്തവർക്ക് ഇവിടെയൊക്കെ കുറച്ചെടുക്കണം. അപ്പം എന്നാലുള്ളൂ നല്ലൊരു വൃത്തിക്ക് നെയ്റ്റ് കിടക്കുള്ളൂ. ഇതേപോലെ തന്നെ മറ്റേ സൈഡും ഇതുപോലെ വരച്ചെടുക്കുക. ഇനി നമുക്ക് നൈറ്റിയുടെ ലെങ്ത്ത് കുറക്കണം. നൈറ്റിയുടെ ലെങ്ത്ത് കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ നെക്കിൻ്റെ ആ ഒരു ഭാഗം കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ തുണിയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി മടക്കിയിടുന്നത് പോലെ തന്നെ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുത്തു. ഇനി നമ്മൾ ആ നെക്കിൻ്റെ ആ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്തല്ലോ, ഈ ഒരു മാർക്ക് മുതലാണ് നമ്മൾ ലെങ്ത്ത് എടുക്കേണ്ടത്. കാരണം നമുക്ക് ഇവിടെയാണ് ഇനി സ്റ്റിച്ച് വരിക. അപ്പോൾ നമ്മൾ അളവ് നൈറ്റിയിൽ 48 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ 49 ഇഞ്ച് 1 ഇഞ്ച് ഏറെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് താഴെ മടക്കി തയ്ക്കാൻ. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി ഞാൻ ഏറെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം അലക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നൈറ്റി കോട്ടൺ ആകുമ്പോൾ ഒന്ന് ചുരുങ്ങി വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതും കൂടി കണക്കിലെടുത്തിട്ട് ഞാൻ 50 ഇഞ്ച് തന്നെ കണക്കാക്കിയിട്ട് ഞാൻ ഈ ഒരു ഷോൾഡർ മുതൽ താഴെ വരെ ഞാനിതാ 50 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ലൈനിലൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. ഇത്രയേ ഉള്ളൂ നമുക്കിതിൻ്റെ ലെങ്ത്ത് കുറച്ചെടുക്കാൻ. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് കുറക്കാനുണ്ട്. അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ചിങ്ങിലൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ റെഡിമെയ്ഡ് സ്ലീവ്. അപ്പോൾ ഈ ഒരു അളവ് നെറ്റിൽ നമുക്ക് എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് നോക്കുമ്പോൾ ഈ ഷോൾഡറും അതുപോലെ തന്നെ കൈക്കുയും കൂടി തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് ആ ഒരു തയ്യലുണ്ടല്ലോ, ആ തയ്യൽ വരെയുള്ള അളവ് നമ്മൾ എടുക്കുക. അപ്പോൾ ഈ ഒരു തയ്യൽ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ആ ഒരു ഭാഗത്ത് വരെയുള്ള തയ്യലിൻ്റെ ലെങ്ത്ത് എത്ര നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് 6.5 ഇഞ്ചാണ്. ഇപ്പം നമ്മൾ ഇതുപോലെ നിവർത്തിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലീവ് അയച്ചെടുക്കുമ്പോൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്ന ആ ഒരു എഫ് എന്നുള്ളൊരു ഭാഗമൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുക. ഫ്രണ്ട് ഏത് ഭാഗത്തേക്കാണ് വരുന്നതെന്നുള്ളത് കേട്ടോ. രണ്ട് സ്ലീവിനും ഇതുപോലെ മാർക്ക് ചെയ്യുക. പിന്നെ നമ്മൾ സ്റ്റിച്ച് ഷോൾഡറായിട്ട് ജോയിൻറ്റ് ചെയ്ത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, 1/2 ഇഞ്ച് ഇങ്ങോട്ട് മടങ്ങി കിടക്കുന്നുണ്ട്. അത് നിവർത്താതെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് അളവ് 6.5 ഇഞ്ച് നമുക്ക് ഇവിടുന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ കൈക്കുയുടെ കറക്റ്റ് സെൻറ്ററിൽ നിന്നും ആ സെൻറ്റർ ഭാഗത്ത് നിന്ന് തന്നെ 6.5 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്യണം. ഇതുപോലെ നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ കണ്ടില്ല, 6.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അര ഇഞ്ച് നമുക്ക് ഷോൾഡറായിട്ട് ജോയിൻറ്റ് ചെയ്യാനില്ല. 1/2 ഇഞ്ച് നമുക്ക് അവിടെ കൈക്കൂടെ ആ ഒരു ഭാഗം അടങ്ങി കിടക്കണമുണ്ട്. ഇനി നമുക്ക് ഇവിടെയും ഈ ഒരു സ്ലീവും ഇതുപോലെ തന്നെ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ രണ്ട് സ്ലീവിൻ്റെയും ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ലെങ്ത്ത് ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള ഭാഗം ഇതുപോലെ ഉൾവശത്തേക്കൊന്ന് മടക്കിയെടുക്കുക. മടക്കിയിട്ടിട്ട് കറക്റ്റാക്കിയിട്ട് തന്നെ വീതിയൊക്കെ കറക്റ്റാക്കി വെച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു അറ്റ വശത്ത് കൂടെ സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്ര നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് കുറക്കാൻ, അല്ലെങ്കിൽ നമ്മൾ 1 ഇഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ മടക്കി തയ്ച്ചാലും മതി. ഞാനിപ്പോൾ മടക്കി തയ്ക്കണില്ല, ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ ഈ ഒരു അറ്റത്ത് കൂടെ സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കണം എനിക്കൊന്നും കൂടി ഈസി ആയിട്ട് തോന്നിയത് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ അറ്റത്ത് ഇങ്ങനെ മടക്കിയിട്ടതുപോലെ തോന്നില്ല, നല്ല ഒരു ഭംഗിയിലായിട്ട് ഫിനിഷായിട്ട് തന്നെ നല്ലൊരു വൃത്തിക്കായിട്ട് നമ്മളെ സ്ലീവ് കിട്ടും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതിലേറെ അധികം വീതിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്ത് കാണ്ട് മടക്കി തയ്ക്കട്ടോ. ഇനി നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ ലെങ്ത്ത് നോക്കാം. അപ്പോൾ രണ്ട് സ്ലീവിൻ്റെയും ലെങ്ത്ത് ഇനി നമുക്കൊന്ന് അളന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു തയ്യെത്തുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് മടങ്ങി കിടക്കിയിരുന്നല്ലോ, അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് നമുക്ക് എടുക്കുമ്പോൾ ലെങ്ത്ത് 7 ഇഞ്ച് കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്ലീവും നമ്മളൊന്ന് അളന്ന് നോക്കുക, അതും കറക്റ്റായിട്ട് 7 ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ രണ്ട് സ്ലീവും ഒരേ ലെങ്ത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ബോഡി പാർട്ടിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ബോഡി പാർട്ടിൽ കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു നെക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തല്ലോ, അപ്പോൾ അത് തയ്ക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ഈ ഒരു സിബിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ റെഡിമെയ്ഡ് സ്റ്റിച്ച് ആകുമ്പോൾ പെട്ടെന്ന് എൻ്റെ തുന്നൊക്കെ പോരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ മീതെ കൂടെ തന്നെ ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കുക. അപ്പോൾ ഈ ഒരു പട്ടയുടെ മീതായിട്ട് ഇങ്ങനെ കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഈ ഒരു പട്ട ഒന്ന് പൊന്തിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഈ സിബിൻ്റെ ഈ ഒരു വശത്തു കൂടെയും തയ്ച്ചെടുക്കുക. കണ്ടില്ലേ, ഈ ഒരു വശത്തു കൂടെയും തയ്ച്ചെടുത്തു. കണ്ടില്ലേ, ഇപ്പം നമ്മൾ സ്റ്റിച്ചിന്മേൽ ഓരോ സ്റ്റിച്ചും കൂടി
എടുത്തു. ഇനി നമുക്ക് നമ്മളെ നെക്കിൻ്റെ ലെങ്ത്ത് കുറക്കണം. അപ്പോൾ ഈ നെക്കിൻ്റെ ലെങ്ത്ത് കുറക്കുമ്പോൾ ഇതുപോലെ നമ്മൾ 2 സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. ഈ ഒരു ഇവിടെ നിന്നും ഈ കൈക്കുടെ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊരു 2 സ്റ്റിച്ച് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗവും ഇതുപോലെ ചെയ്തെടുക്കുക. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തയ്യൽ തുമ്പ് കുറച്ച് അധികം വരുന്ന തുമ്പൊക്കെ ഒന്ന് വെട്ടിക്കളയുക. ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 3/4 ഇഞ്ചോ വെച്ചിട്ട് ബാക്കിയുള്ള തയ്യൽ തുമ്പ് ഇതുപോലെ ഒന്ന് വെട്ടി കളഞ്ഞു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് ജോയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവ് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല വശത്തേക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്ലീവിൻ്റെ നല്ല വശം അതുപോലെ തന്നെ ബോഡി പാർട്ടിൻ്റെ ആ ഒരു ഷോൾഡറിൻ്റെ നല്ല വശം കൂടി തമ്മിൽ കറക്റ്റ് സെൻറ്ററായിട്ട് ഇതുപോലെ വെച്ചെടുക്കുക. വെച്ചിട്ട് നമുക്ക് 1/2 ഇഞ്ചിൽ നമ്മൾ സ്ലീവും ജോയിൻറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഷേപ്പ് ചെയ്യാൻ എത്രയാണ് ആകാൻ, കമൻറ്റിലൂടെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അപ്പോൾ നിങ്ങൾ ഷേപ്പ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞു തരട്ടെ. അപ്പോൾ ഞാൻ വീട്ടിൽ വെച്ചിട്ടാണ് തയ്ച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ ഒരു ചെറിയ ഗ്രാമപ്രദേശം കൂടിയാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ പ്രൈസ് വാങ്ങാറുള്ളത്. പിന്നെ നമുക്ക് ഷേപ്പ് ചെയ്യാൻ വെറും ഷേപ്പ് ചെയ്യാൻ ഒരു 2 സ്റ്റിച്ച് 2 സൈഡിലായിട്ട് ഇങ്ങനെ കൊടുക്കാനുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ 35 രൂപ അല്ലെങ്കിൽ 40 അതിൻ്റെ ഇടയിലാണ് ഞാൻ പ്രൈസ് വാങ്ങാറുള്ളത്. പിന്നെ അല്ല നമുക്ക് അധികം ഓവറായിട്ട് പണി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഞാൻ വാങ്ങാറുണ്ട്. 50 വാങ്ങാറുണ്ട്, 60 വാങ്ങാറുണ്ട്. നമുക്ക് 70, 80, 90, 100 നമുക്ക് വാങ്ങട്ടെ. നമ്മൾ എത്രയാണോ വർക്ക് വരുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ചുരിദാറുകളൊക്കെ നമുക്ക് ചിലപ്പോൾ ഇതുപോലെ ഇപ്പോൾ നമ്മൾ നെറ്റ് ഇപ്പോൾ ഞാൻ ഈ ശരിയാക്കണ ഈ ഒരു നെറ്റ് ഉണ്ടല്ലോ, ഈ ഒരു ഇതൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100 രൂപ വരെ നമുക്ക് ടൗൺ ഏരിയയിൽ നമുക്ക് വാങ്ങാൻ പറ്റും. പക്ഷെ നമ്മൾ ഗ്രാമപ്രദേശത്തിലാവുമ്പോൾ നമുക്കൊരു 10 രൂപ 20 രൂപയൊക്കെ കുറച്ചിട്ടേ നമുക്ക് വാങ്ങാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ അടുത്തുള്ള തയ്യൽക്കാരൊക്കെ എങ്ങനെയാണോ വാങ്ങണത് അതിനനുസരിച്ച് നിങ്ങൾ വാങ്ങുക. പിന്നെ നിങ്ങൾ അവിടെ പറ്റ വില കുറഞ്ഞൊരു ഇതിലാണ് വാങ്ങണമെന്നുണ്ടെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എങ്ങനെയാണോ പെർഫെക്ഷനും കാര്യങ്ങളും നിങ്ങൾ എങ്ങനെയാണോ തയ്ച്ചു കൊടുക്കുന്നത് അത്രയും നല്ല നീറ്റായിട്ട് തയ്ച്ചു കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വില വാങ്ങട്ടോ. അതിന് നിങ്ങളൊരു യാതൊരു മടിയും കാണിക്കണ്ട. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഷേപ്പാക്കാൻ കൊണ്ടുവന്നിട്ട് നമ്മൾ സിബിൻ്റെ ആ ഒരു ഭാഗം തയ്ച്ചെടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഒക്കെ മേലടി എല്ലാ ജോയിൻറ്റും അതുകൂടിയും തയ്ച്ചെടുക്കുക. അങ്ങനത്തെ ഒരു പരിപാടി നിങ്ങൾ ചെയ്യരുത്. കാരണം നമുക്ക് അതിനൊന്നും ഓല് പ്രൈസ് തരുമല്ലോ, പറഞ്ഞിക്കണോ എന്നാൽ നമുക്ക് അത് ചെയ്ത് കൊടുക്കുക. ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള പ്രൈസും നമുക്ക് വാങ്ങാം. അല്ല നമ്മൾ ഷേപ്പ് ചെയ്യാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒന്ന് തയ്ക്കാനുള്ളൂ എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നവർക്ക് നിങ്ങൾ അങ്ങനെ ചെയ്ത് കൊടുക്കേണ്ട. അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അതേപോലെ ചെയ്ത് കൊടുക്കുക. കാരണം അവരൊരു 20-30 രൂപക്ക് ഒന്ന് ഷേപ്പാക്കി എടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി വരുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അല്ല മൊത്തം തയ്ച്ചത് റെഡിമെയ്ഡ് നൈറ്റിയാണ്, ജോയിൻ്റുള്ള ഭാഗത്തു കൂടെ ഒക്കെ തയ്ക്കണം എന്ന് പറയുകയാണെങ്കിൽ, സിബിൻ്റെ അവിടെ തയ്ക്കണം എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഒരു 10 രൂപ 20 രൂപയൊക്കെ നിങ്ങൾക്ക് കൂട്ടിയിട്ട് വാങ്ങാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ കൂട്ടി വാങ്ങുക. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണോ തയ്യൽ വരുന്നത് വെച്ചാൽ, എങ്ങനെയാണോ വർക്ക് വരുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ പ്രൈസ് വാങ്ങട്ടോ. അപ്പോൾ ഷേപ്പ് ചെയ്യാൻ ചുരിദാർ ആയിക്കോട്ടെ നെറ്റി ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ഇപ്പോൾ ഷേപ്പ് ചെയ്യാൻ 45 രൂപ ആണ് പൊതുവേ ഉള്ളത് തോന്നുന്നു. പിന്നെ 50 രൂപ വാങ്ങുന്നവരും ഉണ്ട് ഷേപ്പ് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങൾ വാങ്ങുക. അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾക്കൊരു 40 രൂപ നൈറ്റി ഷേപ്പ് ചെയ്യാൻ, വെറും ഷേപ്പ് ചെയ്യാൻ മാത്രം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. പിന്നെ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കണ്ട് നിങ്ങൾ വരുമാനം കണ്ടെത്തുക.
പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുരിദാറാണെങ്കിലും എന്തായിക്കോട്ടെ, നിങ്ങൾക്ക് ബോഡിയിൽ നിന്നൊക്കെ അളവെടുക്കാൻ പ്രയാസമുള്ളവരാണെങ്കിൽ അവരോട് അളവ് നെയ്റ്റിയാണ് തയ്ക്കുന്നുണ്ടെങ്കിൽ അളവ് നെയ്റ്റി കൊണ്ടുവരാൻ പറയാം. ചുരിദാറാണെങ്കിൽ ചുരിദാറായിട്ട് അവരോട് കൊണ്ടുവരാൻ പറയാം. ആ ഒരു കറക്റ്റ് അളവ് വെച്ചിട്ട് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതിനൊക്കെ ഒന്ന് ശ്രമിച്ച് നോക്കട്ടോ. അപ്പോൾ എനിക്ക് ബ്ലൗസ് തയ്ക്കാൻ അറിയില്ല, വെട്ടി തയ്ക്കാൻ അറിയില്ല, അങ്ങനെയൊന്നും പ്രയാസപ്പെട്ട് വീട്ടിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് നമ്മൾ വെറുതെ നിൽക്കണ നമ്മളെ വീട്ടു ജോലികളൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു വർക്കൊക്കെ ചെയ്തെടുക്കുക. പിന്നെ അപ്പോൾ ഓരോരുത്തർ അറിഞ്ഞറിഞ്ഞ് ഓരോരുത്തർ കൊണ്ടുവരും നിങ്ങളെ വീട്ടിലേക്ക് ഷേപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഷേപ്പ് ചെയ്യാനൊക്കെ പുറമേക്ക് അങ്ങാടിയിലേക്കൊക്കെ കൊണ്ടുപോകണതൊക്കെ ഓരോരുത്തർക്ക് പ്രയാസമായിരിക്കും. അതുപോലെ തന്നെ തലക്കിണിയുടെ ഉറ, ബെഡിൻ്റെ ഉറ, പിന്നെ അതുപോലെ തന്നെ തുന്നുവിട്ടത്, അങ്ങനത്തെ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും നമ്മളെ തൊട്ട് അയൽവാസികളായിട്ടും എല്ലാവരും കൊണ്ടുവരാൻ. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള വർക്കുകളൊക്കെ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10, 20, 30, 40, 50 പറഞ്ഞ് അങ്ങനെ നമുക്ക് നമ്മളെ വർക്കിനനുസരിച്ച് നമുക്ക് പ്രൈസ് കൂട്ടിക്കാണ്ട് വാങ്ങിയിട്ട് നമുക്കൊരു കുഞ്ഞു വരുമാനം കണ്ടെത്താൻ കഴിയും. പിന്നെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ പ്രൈസ് ഇങ്ങനെ കുറച്ച് കിട്ടുമ്പോൾ നമുക്ക് ഇതിനോടുള്ള ഇൻട്രസ്റ്റ് കൂടി വരും. ആ ഇൻട്രസ്റ്റ് കാരണം നമ്മൾ വെട്ടി തയ്ക്കാനുള്ള ഇതൊക്കെ നമുക്ക് പടിഞ്ഞു വരും കേട്ടോ. കാരണം അളവും കാര്യങ്ങളൊക്കെ നമ്മൾ മെമ്മറിയിലേക്ക് കയറി പിന്നെ നമ്മൾ സ്വയം ഒന്ന് വെട്ടി തയ്ച്ച് കണ്ട് നമ്മളൊന്ന് ഇട്ട് നോക്കുക. നമ്മളെ നെയ്റ്റിയൊക്കെ നമ്മൾ തന്നെ വെട്ടി തയ്ച്ച് നോക്കുക. അതുപോലെ തന്നെ നമ്മളെ മക്കളതൊക്കെ നമ്മളൊന്ന് തുണി എടുത്തിട്ട് ഒന്ന് വെട്ടി തയ്ച്ച് നോക്കുക. അപ്പോൾ നമുക്ക് വെട്ടി തയ്ക്കാനില്ല ഇതും വരും. ഈ ഒരു ഷേപ്പിലൂടെ നമുക്ക് പ്രൈസ് വരുന്നതോടുകൂടി നമുക്ക് അതും കൂടി ചെയ്യാനുള്ള താല്പര്യം നമുക്ക് കൂടി വരും. അപ്പോൾ നമുക്ക് അങ്ങനെ വെട്ടി തയ്ച്ച് കണ്ട് പടിപടിയായിട്ട് നമുക്ക് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ കഴിയും. അങ്ങനെ വന്നൊരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ സ്ലീവ് രണ്ടും ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതാ ഷേപ്പ് ഇവിടെയാണ് ജസ്റ്റ് ഇതാ ഒന്നുകൂടി അതിൻ്റെ മാർക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കാണിച്ച് തന്നതാണ്. നമ്മൾ ഇതുവരെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ സ്ലീവിൻ്റെ വീതി നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ സ്ലീവിൻ്റെ താഴെ ഭാഗത്തെ വണ്ണം നമുക്ക് എത്രയും നോക്കാം. അപ്പോൾ അളവ് നൈറ്റിയിൽ ഈ ഒരു തയ്യലുണ്ടല്ലോ, ഈ തയ്യൽ മുതലുള്ള അളവ് നമുക്ക് നോക്കാം. അപ്പോൾ അതാ ഇവിടെ നിന്നും തയ്യൽ വരെയുള്ള അളവ് നമുക്ക് 5.25 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 5.25 നമ്മളെ നൈറ്റിയിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാ സ്ലീവിൻ്റെ ഈ ഒരു അറ്റത്ത് 5.25 ഇതാ ഇവിടെ കറക്റ്റാക്കിയിട്ടൊന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ കൈക്കുയുടെ ഒരു ഭാഗം വരെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചല്ലോ, ഇവിടെ നിന്നും ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരാം. അപ്പോൾ ഇത്ര ഉള്ളൂ. നമുക്ക് ഇനി ഇതിലൂടെ ഒന്ന് തയ്ച്ചെടുത്താൽ മതി. രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മൂട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം കണ്ടില്ല, അപ്പോൾ ഇത്രയും നമുക്ക് എയറായി കിട്ടിയിട്ടുണ്ട്. അതിന് കാരണം നമ്മൾ ഷോൾഡറിൻ്റെ നെക്കിൻ്റെ ആ ഒരു ലെങ്ത്ത് കുറച്ചപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം കൂടി കുറച്ചിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്ലീവിന് ഇതുപോലെ അധികമായിട്ട് വീതി കിട്ടും. അത് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇപ്പോൾ നമ്മൾ കറക്റ്റ് അളവാണല്ലോ നമുക്ക് സ്ലീവിൻ്റെ അവിടെ മാർക്ക് ചെയ്തത്. ഇനി നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കുക. അപ്പോൾ താഴെ ഭാഗത്ത് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. ഇവിടെ നമുക്ക് 2 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പ് അത് നമുക്കിവിടെ കറക്റ്റാക്കിയിട്ട് ഇവിടെ കിട്ടുന്നത് ഇവിടെ നിന്നും ഈ 1.5 ഇഞ്ചിലേക്ക് ഇങ്ങനെ കർവ് ചെയ്തെടുത്തിട്ടൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ 2 ഇഞ്ച് മാത്രമേ ഉള്ളൂ നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലൂടെ ഓവറായിട്ട് നമുക്ക് തയ്യൽ തുമ്പ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മാർക്ക് ചെയ്തിട്ട് വെട്ടിക്കളയാം. അപ്പോൾ ഞാൻ കാണിച്ചു തരട്ടെ എത്ര വീതി നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ഇവിടെ നിന്നും ഇങ്ങോട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ ഷേപ്പിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ ബാക്കിയുള്ള തുണി നമുക്ക് കട്ട് ചെയ്ത് കളയണം. കാരണം ഓവറായിട്ട് നമ്മളിവിടെ തുണി വെച്ച് കഴിഞ്ഞാൽ നെയ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ചുരുണ്ട് കൂടി കിടക്കും കേട്ടോ. അപ്പോൾ 1.5 ഇഞ്ച് വീതിക്ക് നമുക്ക് ഇത് ഇങ്ങനെ വെട്ടി ചെയ്ത് കളയണം. തയ്യൽ തുമ്പ് 2 ഇഞ്ച് മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ 1.5 ഇഞ്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ള തുണി നമുക്ക് കട്ട് ചെയ്ത് കളയണം.
അപ്പോൾ ഇത്രയുള്ള നമ്മൾ സൈഡ് മൂട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം സൈഡ് 2 സൈഡും ഒന്ന് മൂട്ടിയെടുക്കുക. അപ്പോൾ ഈ ഒരു സൈഡും ഞാൻ സ്ലീവിൻ്റെ അവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് മൂട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഈ കൈക്കൂടെ ഈ ഒരു തുമ്പ് വശമൊക്കെ നമ്മൾ സ്ലീവിൻ്റെ അവിടേക്ക് ആക്കി വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മൾ ആ ഒരു അളവിൽ കറക്റ്റ് താഴെ ഭാഗം വരെ ഇതുപോലെ ഒന്ന് ചെരിച്ച് കൊണ്ടുവന്നിട്ട് ഇതുപോലെ 2 സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ആ സ്റ്റിച്ചിലൂടെ തന്നെ 2 സ്റ്റിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇങ്ങേ സൈഡും 2 സ്റ്റിച്ച് കൊടുക്കുക. ആ ഒരു മാർക്കിങ്ങിലൂടെ തന്നെ തയ്ച്ച് പോന്നാൽ മതി. അപ്പോൾ അതിനാണ് നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളയാതെ കറക്റ്റ് ആ ഒരു ഇതിലൂടെ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ റിട്ടേൺ ആയിട്ട് ഇതുപോലെ ആ ഒരു സ്റ്റിച്ച് കൂടെ തന്നെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ 2 സ്റ്റിച്ച് നമുക്ക് കൊടുക്കുകയും ചെയ്യാം. ഈ ഒരു ഭാഗത്തും തയ്യൽ തുമ്പ് 2 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് 2 സൈഡിലും അധികം വന്ന തുണി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. അപ്പോൾ 2 സൈഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമുക്ക് താഴെ ഭാഗം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക. അപ്പോൾ താഴെ മടക്കി തയ്ക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് കേട്ടോ 2 സൈഡിൽ ആയിട്ട് കുറച്ച് അധികം നമുക്ക് തുണി ഒന്ന് കയറ്റി കൊടുക്കട്ടെ. 1/2 ഇഞ്ച് മടക്കി വീണ്ടും 1/2 ഇഞ്ച് മടക്കണോടത്ത് നമ്മളവിടെ ഒരു 3/4 ഇഞ്ചോളം നമുക്ക് അധികമായിട്ട് മടക്കി കൊടുക്കാം. നമുക്ക് 2 സൈഡിലും തൂങ്ങി കിടക്കാതെ ഇരിക്കും. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ നമ്മൾ തയ്യൽ തുമ്പ് തയ്യലായിട്ട് എത്രയാണോ വിട്ട് കൊടുത്തിട്ടുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ മടക്കി എടുക്കുക. അപ്പോൾ ഇത്രയുള്ള നമുക്ക് ഒരു നെറ്റ് ശരിയാക്കി എടുക്കാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കി കുഞ്ഞു വരുമാനമൊക്കെ കണ്ടെത്തുക. അപ്പോൾ ഞാൻ ഈ ഒരു നെറ്റ് നിവർത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതാ നമ്മളിവിടെ സ്റ്റിച്ച് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ആ ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.